ഇന്ത്യ എന്ന് കേൾക്കുമ്പോൾ പാക് പട്ടാള മേധാവി അസീം മുനീറിന് വല്ലാത്ത ചൊറിച്ചിലാണ്. അതായത് ഇന്ത്യ സാമ്പത്തികമായി വളരുന്നതും സൈനികമായി വളരുന്നതും ഇന്ത്യയിൽ സമാധാനം നിലനിൽക്കുന്നതുമൊന്നും അസീം മുനീറിന് അത്ര ഇഷ്ടമല്ല. കാരണം അസീം മുനീർ ഒരു മതവിഷമാണ്. മതം തലയിൽ കുത്തിവച്ച് ഭ്രാന്തായിപ്പോയ ഒരു മനുഷ്യനാണ് അസീം മുനീർ എന്ന് പറഞ്ഞാൽ പാക് പട്ടാള മേധാവി. പാകിസ്ഥാനിലെ പട്ടാളക്കാരെല്ലാം മരിക്കുമ്പോഴും അയാൾ ബങ്കറിൽ ഒളിച്ചിരുന്ന് സ്വന്തം ജീവൻ രക്ഷിക്കാനുള്ള തിടുക്കത്തിലായിരുന്നു. മാത്രമല്ല തൻ്റെ കുടുംബാംഗങ്ങൾക്കൊന്നും സംഭവിക്കാതിരിക്കാൻ അവരെ നേരത്തെ തന്നെ ബ്രിട്ടനിലേക്ക് കയറ്റി അയക്കുകയും ചെയ്തു. പക്ഷെ ഇന്ത്യൻ പ്രധാനമന്ത്രിയോ ഇന്ത്യൻ സൈനിക മേധാവികളോ അങ്ങനെയല്ല. അവർ സൈന്യത്തിനോടൊപ്പം നിന്ന് കഴിഞ്ഞ ദിവസം തന്നെ പഞ്ചാബിൽ അധംപൂരിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേരിട്ടെത്തി സൈനികരെ അഭിനന്ദിച്ചു. നിങ്ങളാണ് ഞങ്ങളുടെ കാവൽക്കാർ, നിങ്ങളില്ല എങ്കിൽ ഞങ്ങൾക്ക് സുരക്ഷിതമായി ജീവിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവർക്ക് പ്രചോദനം നൽകി അവരെ ഒപ്പം ചേർത്ത് നിർത്തി പ്രധാനമന്ത്രിയുടെ ഒപ്പം ചേർന്ന് നിന്ന് കൊണ്ട് പോകുന്ന ഒരു സൈന്യത്തെയാണ് നമ്മൾ കാണുന്നത്. അല്ലെങ്കിൽ സൈന്യത്തോടൊപ്പം ചേർന്ന് നിൽക്കുന്ന ഒരു പ്രധാനമന്ത്രിയാണ് നമ്മൾ കാണുന്നത്. പാകിസ്ഥാനിലെ അവസ്ഥ അതല്ല. അസീം മുനീറിന് മതത്തിലെ അതായത് ഖുറാനിലെ കുറേ കാര്യങ്ങൾ അവിടുത്തെ ആളുകളുടെ മനസ്സിൽ കുത്തി നിറച്ച് അവരെ ചാവേറുകളാക്കുക, തീവ്രവാദികളാക്കുക, ഇതാണ് ഇയാളുടെ ലക്ഷ്യം. മാത്രമല്ല കശ്മീരിൽ ഒരിക്കലും ശാന്തത ഉണ്ടാകരുത്. കുറേ നാളുകളായി കശ്മീർ ശാന്തതയുടെ താഴ്വരയായി മാറിയിരിക്കുകയാണ്. ആർട്ടിക്കിൾ 370 റദ്ദാക്കിയതിന് ശേഷം അന്നു മുതൽ മുനീറിനിളവിയ ചൊറിച്ചിലാണ്. കശ്മീരിനെ എങ്ങനെയെങ്കിലും അശാന്തതയുടെ താഴ്വരയാക്കി മാറ്റണം. അതിൻ്റെ പദ്ധതികളാണ് അസീം മുനീർ നെയ്ത് തുടങ്ങിയത്. അതാണ് ഞാൻ പറഞ്ഞത്. അസീം മുനീർ ചത്തു, സംസ്കാരം ഉടൻ. കാരണം അസീം മുനീറിൻ്റെ പ്ലാനുകൾ മുഴുവൻ ഇന്ത്യ തകർത്തു. അതോടുകൂടി അയാൾ മരിച്ചു. ഇനി അയാളുടെ ശവസംസ്കാരം നടത്തിയാൽ മതി. അതാണ് ഇപ്പോഴത്തെ മുനീറിൻ്റെ അവസ്ഥ. ഓപ്പറേഷൻ സിന്ദൂറിലൂടെ ഇന്ത്യ തകർത്തത് കശ്മീരിനെ അശാന്തമാക്കി നിർത്തുവാനുള്ള പാക് സൈനിക മേധാവി ജനറൽ അസീം മുനീറിൻ്റെ പദ്ധതി. ഏപ്രിൽ 16 വിദേശികളായ പാകിസ്ഥാൻ പൗരന്മാരോടെന്ന പേരിൽ മുനീർ നടത്തിയ പ്രസംഗം ലക്ഷറിയുടെ റെസിഡൻസ് ഫ്രണ്ടിനുള്ള കൃത്യമായ നിർദ്ദേശമായിരുന്നു. മുനീറിനെ സംബന്ധിച്ച് കശ്മീരിൻ്റെ സമാധാനം അയാളുടെ ഉറക്കം കെടുത്തുന്ന ഒന്നാണ്. പാക് വിഭജനത്തിന് ശേഷം കശ്മീരിൻ്റെ പ്രത്യേക പദവി എടുത്തു കളഞ്ഞതിന് പിന്നാലെ ശാന്തതയിലേക്ക് മെല്ലെ മടങ്ങുകയായിരുന്നു കശ്മീർ. അതിനിടയിലായിരുന്നു തീവ്രവാദികളുടെ ആക്രമണം. കശ്മീർ സാധാരണ നിലയിലേക്ക് മടങ്ങിയെന്ന മോദി സർക്കാരിൻ്റെ വാദത്തെ തകർക്കുക, വിനോദസഞ്ചാരികളുടെ ഒഴുക്ക് തടയുക, കശ്മീരികളെ സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്നവരും അസംതൃപ്തരും നിരാശരുമാക്കി നിലനിർത്തുക എന്നിവയായിരുന്നു മുനീറിൻ്റെ പദ്ധതി. ഭീകരർക്ക് പാക് അധീന കശ്മീരിലേക്ക് കടക്കാൻ കഴിയുമെന്ന് ഉറപ്പാക്കി. രഹസ്യ അന്വേഷണത്തിനൊടുവിൽ കൂട്ടക്കൊലയും നടപ്പാക്കി. എന്നാൽ പാക് സൈന്യം അറിയാതെ പാക് അധീന കാശ്മീരിൽ ഭീകരർ എത്തിയതെന്ന് റാവൽപിണ്ടിയിലെ അധികാരികൾക്ക് വിശദീകരിക്കാൻ കഴിയാതെ പോയി. ഇന്ത്യൻ പാർലമെന്റ് വഖഫ് നിയമം പാസാക്കിയ സമയം നോക്കി വിഭജനം ലക്ഷ്യമിട്ട് തീവ്രവാദികൾ ഹിന്ദുക്കളായ സഞ്ചാരികളെ മാത്രം ലക്ഷ്യമിട്ടു. ബലൂചിസ്ഥാനിലെ തുടർച്ചയായ തിരിച്ചടികൾക്കും ഡ്യൂറൻ രേഖയെ അഫ്ഗാനുമായുള്ള അന്താരാഷ്ട്ര അതിർത്തിയായി അംഗീകരിച്ചതിനെ ചൊല്ലി താലിബാനുമായുള്ള ഏറ്റുമുട്ടലിന് ശേഷവും മുനീറിൻ്റെ സൈന്യത്തിൻ്റെയും ജനപ്രീതി പുനഃസ്ഥാപിക്കാനായിരുന്നു പഹൽഗാം ആക്രമണം എന്നാണ് ലണ്ടനിൽ മാധ്യമപ്രവർത്തകനായ മുൻ പാക് സൈനികൻ തന്നെ വെളിപ്പെടുത്തിയത്. പക്ഷേ ഇന്ത്യയുടെ നയതന്ത്ര സൈനിക പ്രതികാരങ്ങൾ കശ്മീരിലെ നിയന്ത്രണ രേഖയ്ക്ക് കുറുകെ പീരങ്കികൾ നിരത്തിവച്ചുള്ള പതിവ് ശൈലി മാത്രമാകുമെന്ന് അവർ കരുതി. പഞ്ചാബിലും സിന്ധിലും ഇന്ത്യ പ്രതികരിക്കുമെന്ന് പ്രതീക്ഷിച്ചില്ല, റാവൽപിണ്ടിയിലും. കാരണം തങ്ങളുടെ പ്രഖ്യാപിത ആണവശേഷി ഇസ്ലാമാബാദിന് അനുകൂലമായി അന്താരാഷ്ട്ര സമൂഹത്തെ ഇടപെടാൻ നിർബന്ധിതരാക്കുമെന്ന് അവർ വിശ്വസിച്ചു. ഇന്ത്യയിലെ തുടർച്ചയായ ഭീകരാക്രമണങ്ങൾക്ക് ശേഷം സൈന്യം കഴിഞ്ഞ 2 വർഷം പ്രതികാര നടപടികളിലേക്കൊന്നും കടന്നിട്ടില്ല എന്നത് വെച്ച് നോക്കുമ്പോൾ മുനീറിൻ്റെ കശ്മീർ പ്ലാൻ പരിമിതമായ വിജയമാണ്. പാകിസ്ഥാനിലും പാക് അധിനിവേശ കശ്മീരിലും 35 തീവ്രവാദ ക്യാമ്പുകളെങ്കിലും ഇന്ത്യ കണ്ടെത്തിയിട്ടുണ്ട്. ഇവയ്ക്ക് പരമാവധി ആഘാതമേൽപ്പിക്കാൻ 7 ഘടകങ്ങൾ ഉൾപ്പെടുത്തി തുടർച്ചയായി തരം തിരിച്ചിരുന്നു. ഇന്ത്യൻ ദേശീയ സുരക്ഷാ ആസൂത്രകരും സായുധ സേനയും കരയിലൂടെയും ആകാശത്തൂടെയുമുള്ള ആക്രമണത്തിന് തയ്യാറാവുകയായിരുന്നു. ആണവ രാജ്യമെന്ന പാക് പൊള്ളത്തരത്തിന് തിരിച്ചടി നൽകാനും തീരുമാനിച്ചിരുന്നു.
പഹൽഗാം കൂട്ടക്കൊലയ്ക്ക് ശേഷം തിരിച്ചടിയുണ്ടാകുമെന്ന് നരേന്ദ്രമോദി അസന്നിഗ്ധമായി പ്രഖ്യാപിച്ച ശേഷം സൈന്യം മടങ്ങിയത് ഭീകര കേന്ദ്രങ്ങളുടെ പട്ടികയിലേക്കാണ്. ലഷ്കറിന്റെ ആസ്ഥാനവും മുരിദ്കയിലും ബവൽപൂരിലുമുള്ള ജെയ്ഷെ മുഹമ്മദ് ഉൾപ്പെടെയുള്ള 9 ഭീകര ക്യാമ്പുകളിലേക്ക് ലക്ഷ്യം ചുരുക്കി. കൃത്യമായ ലക്ഷ്യസ്ഥാനവും കൃത്യമായ ആയുധങ്ങളും ഉപയോഗിച്ച് ഇന്ത്യൻ വ്യോമസേന തന്ത്രപരമായി കബളിപ്പിച്ച് 9 ഭീകര ക്യാമ്പുകൾ ആക്രമിച്ചു. ഇന്ത്യ മർക്കസ് സുബ്ഹാൻ അല്ലാഹ് സെമിനാരി ആക്രമിച്ചപ്പോൾ ജെയ്ഷെ മുഹമ്മദിന്റെ മസൂദ് അസർ ബാവൽപൂരിലായിരുന്നു. പക്ഷേ മിസൈൽ ആക്രമണത്തിൽ വീട് തകർന്നു. അസ്കർ തന്റെ കുടുംബത്തിലെ 11 പേർ കൊല്ലപ്പെട്ടതിന് ശേഷം കരയുന്നത് കണ്ടു. ഭീകര ഫാക്ടറികളിൽ മിസൈൽ പതിച്ചപ്പോൾ ലഷ്കർ ഇ തൊയ്ബയുടെ തലവൻ ഹാഫിസ് സയ്യിദ് മർക്കസ് ഇ തൊയ്ബയിൽ ഉണ്ടായിരുന്നില്ല. സിവിലിയൻ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കാൻ സാധ്യതയുള്ളതിനാൽ ഇന്ത്യക്ക് ലാഹോറിലെ അദ്ദേഹത്തിന്റെ വസതി ലക്ഷ്യമിടാനും കഴിഞ്ഞില്ല. പാകിസ്ഥാന്റെ തിരിച്ചടികൾ മുൻകൂട്ടി കണ്ട ഇന്ത്യ സുരക്ഷാ ആസൂത്രകരും എല്ലാ തയ്യാറെടുപ്പുകളും നടത്തി. മെയ് 7-ന് ഓപ്പറേഷൻ സിന്ദൂറിന്റെ വ്യാപ്തി കണ്ട അമ്പരന്ന പാക് സൈന്യം ഇന്ത്യയുടെ പോരാളികളെ ലക്ഷ്യമിട്ടെങ്കിലും അതിനു മുൻപേ ദൗത്യം പൂർത്തിയാക്കി അവർ മടങ്ങിയിരുന്നു. ഇരുവിഭാഗങ്ങളും പരസ്പരം ജെറ്റുകൾ വീഴ്ത്തിയെന്ന് അവകാശപ്പെട്ടു. എന്നാൽ ഇന്ത്യയുടെ എല്ലാ പൈലറ്റുമാരും സുരക്ഷിതമായി തിരിച്ചെത്തി. തുടർന്നുണ്ടായ 3 ദിവസത്തെ ആക്രമണത്തിലും ഇന്ത്യൻ എയർഫോഴ്സ് കുറ്റമറ്റു പ്രവർത്തിച്ചു. ലാഹോറിലെ ചൈനീസ് HQ-9 വ്യോമ പ്രതിരോധ സംവിധാനം, റഷ്യൻ S-300 സിസ്റ്റത്തിന്റെ പാർപ്പ് ഇന്ത്യ തകർത്തു. റൺവേകളിലും ഹാങ്കറുകളിലും മിസൈൽ ആക്രമണങ്ങൾ നടത്തി. 11 പാക് വ്യോമതാവളങ്ങൾ പ്രവർത്തനരഹിതമാക്കി. ബലൂച്ച് കലാപവും ഹൈബർ പഷ്തൂൺ മേഖലയിലെ തെഹ്രീക്ക്-ഇ-താലിബാൻ പാകിസ്ഥാൻ ആക്രമണവും കാരണം പാകിസ്ഥാൻ ഏറെ ദുർബലമായ സമയം കൂടിയാണ്. ആക്രമണങ്ങൾ പാകിസ്ഥാന്റെ വ്യോമശേഷിയെ ബാധിച്ചു. റാവൽപിണ്ടിയിലെ ചക്ലായിലെ നൂർഖാൻ വ്യോമതാവളത്തിൽ ഇന്ത്യൻ മിസൈൽ ആക്രമണം നടത്തിയതിന് പിന്നാലെ റാവൽപിണ്ടിയിലെ എക്സ് കോർപ്സിനെ ഇന്ത്യയുമായുള്ള കിഴക്കൻ അതിർത്തിയിലേക്ക് മാറ്റാനും പാകിസ്ഥാന് കഴിഞ്ഞില്ല. ബലൂച്ച് പഷ്തൂൺ മേഖലയിലെ സൈനികർക്ക് പാക് സൈന്യത്തോടുള്ള അവിശ്വാസവും വർദ്ധിച്ചതോടെ മുനീറിന്റെ പ്രശ്നങ്ങൾ കൂടുതൽ വഷളായി. ഇന്ത്യൻ അതിർത്തിയിൽ സംഘർഷം വർദ്ധിച്ചതോടെ നിരവധി സൈനിക പോസ്റ്റുകൾ പ്രത്യക്ഷപ്പെട്ടെന്നും ഇന്ത്യയുടെ ഇന്റലിജൻസ് കണ്ടെത്തി. പിന്നാലെ റഹിയാംഖാർ ഖാൻ, പസ്തൂർ, ബൊളാരി എന്നിവിടങ്ങളിലെ ഫോർവേഡ് എയർബേസുകളിലെ പാക് വ്യോമ പ്രതിരോധത്തെ ഇന്ത്യൻ വ്യോമസേന ലക്ഷ്യമിട്ടു. ബെയ്രക്തർ ചൈനീസ് ഡ്രോണുകൾ, ഫത്ത ലോങ് റേഞ്ച് റോക്കറ്റുകൾ എന്നിവ ഉൾപ്പെടെയുള്ള തുർക്കി സായുധ ഡ്രോണുകൾ ഇന്ത്യ ലക്ഷ്യമിട്ടെങ്കിലും S-400 വ്യോമ പ്രതിരോധം അതെല്ലാം തകർത്തു. ഹാദംപൂരിലെ ഇന്ത്യൻ S-400 വ്യോമ പ്രതിരോധ സംവിധാനത്തെ ലക്ഷ്യമിടാൻ പാകിസ്ഥാൻ ഡ്രോണുകൾ ലക്ഷ്യമിട്ടതും പരാജയപ്പെട്ടു. അതിർത്തിയിൽ നിന്ന ഒരു മിസൈൽ പോലും ഡൽഹിയിലോ അതിർത്തിക്കടുത്തുള്ള മറ്റിടങ്ങളിലോ പതിച്ചില്ല എന്നുള്ളതാണ്. സിന്ധു ജല ഉടമ്പടി റദ്ദാക്കിയുള്ള ഇന്ത്യയുടെ നീക്കം ഇസ്ലാമിക യുദ്ധത്തിനിറങ്ങിയ അസീം മുനീറിനുള്ള ആദ്യ തിരിച്ചടിയാണ്. ഇത് പാകിസ്ഥാനിൽ ഉയർത്താൻ പോകുന്ന ജലയുദ്ധം കാത്തിരുന്ന് കാണേണ്ടി വരും.